അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ്. 2 ദിവസത്തെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് മുറ്റം അടിക്കേണ്ട ദിവസമാണ്. ഡെയിലി അടിച്ചു വരാറില്ല, ഒന്നിടവിട്ട ദിവസങ്ങളിൽ അടിക്കാറുള്ളൂ. കാരണം അത്ര വേസ്റ്റ് ഒന്നും ഉണ്ടാവാറില്ല. ഇന്നില്ലേ, ഇവിടെ തറവാട്ടിലുള്ള എല്ലാവരും വരുന്നുണ്ട്. അവരിന്ന് ഇവിടെ സ്റ്റേ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ റൂമിലെത്തിയിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി ഇടുകയാണ്. ഇതായി ടേബിളൊന്ന് ക്ലീൻ ആക്കി ഇടണം. അപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്യാറില്ല കേട്ടോ ഈ ടേബിൾ, എന്നാലും പൊടി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ക്ലീൻ ആക്കി ഇടും. നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിക്കുക, എന്നിട്ട് കിച്ചണിൽ കയറായിരിക്കും നല്ലത്. പിന്നെ കുക്കിങ്ങിന് നിന്നാൽ പിന്നെ ക്ലീനിങ്ങിനൊന്നും സമയം കിട്ടില്ല. പിന്നെ ഞാനിവിടെ ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ, ഫുഡൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരികയാണ്. പുഡിങ്ങും അതുപോലെ ബീഫ് കറി മാത്രം ഉണ്ടാക്കാനുള്ളൂ. പിന്നെ അതാ ഹാൻഡ് വാഷ് തീർന്നിട്ടുണ്ട് കേട്ടോ, ഇനി അതൊന്ന് ഫില്ല് ചെയ്ത് വെക്കണം. ഈ വാഷ് ബേസിനും കൂടെ ഒന്ന് ക്ലീൻ ആക്കി ഇടണം. ഇതാ ബീഫ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന്, അതിൻ്റെ ഐസെല്ലാം പോയിട്ടുണ്ട്. ഇനി അതൊന്ന് മഞ്ഞൾ ഉപ്പിട്ടിട്ട് വേവിച്ച് വെക്കാം കേട്ടോ. പിന്നെ നൈറ്റിലായിരുന്നു കറിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ പുഡിങ്ങും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്, ബ്രെഡും കസ്റ്റാർഡും വെച്ചിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ 3 പാക്കറ്റ് പാലാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വ്ളോഗിൽ ചെയ്തിട്ടുണ്ട്, അത് പോയിട്ട് നോക്കിയാൽ മതി. പിന്നെ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഈസിയാണ്. അതുപോലെ ഇതിലേക്ക് ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ആവശ്യമില്ല. 2 ലെയറായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഫസ്റ്റ് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് ഈ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കൊടുക്കുക. വീണ്ടും ബ്രെഡ് വെക്കും, പിന്നെയും കസ്റ്റാർഡ് ഒഴിക്കും, അങ്ങനെ. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നട്ട്സ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. പിന്നെ അതാ കുറച്ച് ഞാൻ ഇതുപോലെ ഒരു ചെറിയ ബൗളുകളിൽ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ നാളെ രാവിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഡ്ഡലിക്കുള്ള അരിയും ഉഴുന്നും ഒന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ അതാ വറുത്തരച്ച ബീഫ് കറി ആട്ടാ റെഡിയാക്കുന്നത്. അതിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവും കൂടെ അരച്ചിട്ട് ഇങ്ങനെ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇതാ ബീഫ് കറിയും കൂടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്കൊന്ന് വറവിട്ടെടുക്കണം. പിന്നെ അതാ അതിനിടയിൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇതാ ഫോണിൽ കളിക്കുകയാണ്. ഇതാ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മന്തി, അൽഫാം, ബീഫ് കൊണ്ടാട്ടം, പൊറോട്ട, ചപ്പാത്തി, കുബൂസ്, അത്രയായിരുന്നു ഐറ്റം. ഇതെല്ലാം ഒന്ന് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്.
പിന്നെ ഇതാ സേറ ബേബി ഇതാ അവിടെ കയറി ഇരുന്നിട്ടുണ്ട്. അവൾക്ക് സോസ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാ കുറച്ച് മയോണൈസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇത് പിറ്റേ ദിവസം എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതാ എൻ്റെ ഇളച്ചി സീനു അവൾ വന്നിട്ട് ഇഡ്ഡലിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ചായക്കുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതാ കറിയൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ തലേന്ന് ഉണ്ടാക്കിയ ബീഫ് കറി തന്നെ ഉണ്ടായിരുന്നു. ഇനി ഇതാ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ടേബിളിൽ കൊടുന്ന് വെക്കണം. പിന്നെ അതാ കുറച്ച് ദോശയും കൂടി ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇക്കാക്കും അസലിനൊക്കെ ഇഷ്ടം ദോശയാണ്. പിന്നെ കുറച്ച് പൊറോട്ട ഉണ്ടായിരുന്നു ബാലൻസ് വന്നത്. ഇതാ വന്നവർക്ക് അങ്ങനെ ഫുഡ് കൊടുക്കുകയാണ്. പിന്നെ ഇക്കാക്ക് ഷോപ്പിൽ പോകാനുണ്ട്, അതിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ എല്ലാവരും ഇരുന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എന്താ അവർ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ സേറ ബേബി എല്ലാവർക്കും ടാറ്റയൊക്കെ തരുന്നുണ്ട്. അവൾ വാന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിക്കുകയാണ് കേട്ടോ വണ്ടിയിൽ കയറാനായിട്ട്. അങ്ങനെ അവരൊക്കെ പോയി ഞാൻ വീണ്ടും കിച്ചണിൽ എത്തിയിട്ടുണ്ട്. ഇതാ ഈ ഒരു ഗ്ലാസിൻ്റെ പുഡിംഗ് ട്രേയും ഗ്ലാസ്സുകളും എല്ലാം ഒന്ന് തുടച്ചിട്ട് അതിൻ്റെ സ്പേസിലോട്ട് തന്നെ വേഗം ഒന്ന് എടുത്തു വെക്കുക. ഇതായി സോഫ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. ചൂടുവെള്ളത്തിൽ അല്പം വിനിഗർ ഒഴിച്ചിട്ടുണ്ട്, എന്നിട്ടാണ് കേട്ടോ ക്ലീൻ ആക്കുന്നത്. നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് സമയം ഒന്ന് ഫാനും കൂടി ഇട്ട് വെച്ചാൽ വേഗം തന്നെ ഡ്രൈ ആയി കിട്ടിക്കോളും. ഇനി ഇതാ നിലം കൂടി ഒന്ന് അടിച്ചു വാരിയിടണം. പിന്നെ അതാ മോപ്പിങ്ങും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ.